തെരഞ്ഞെടുപ്പിലെ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ രാഷ്ട്രീയ നിലപാട് ഈ മാസം 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പുതിയ ബിഷപ്പായി നിയമിതനായ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ 24നോട് പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം പ്രതികരിക്കുമെന്നും ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ പറയുന്നു. തെക്കൻ കേരളത്തിലെ 11 മണ്ഡലങ്ങൾ വരെ ആര് വിജയിക്കണമെന്ന് തങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് സഭാ സെക്രട്ടറി TT പ്രവീൺ 24നോട് പറഞ്ഞത്. ബിഷപ്പ് പ്രിൻസ്റ്റൺ ബെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രവീണും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണെങ്കിൽ പുതിയ നിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പുതിയ നിയോഗത്തെ ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇത് ദക്ഷിണ കേരള മഹായിടവകയിലെ ജനങ്ങളുടെ നിരന്തര പ്രാർത്ഥനയുടെ ഫലമാണ്. CSI സഭയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിൽ അവരുടേതായ ഒരു പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ ഇതുവരെ ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് ഒരു നിലപാടുണ്ടായിരിക്കുന്നതാണ്. തെക്കൻ കേരളത്തിലെ ഏകദേശം 11 മണ്ഡലത്തോളം ആര് വിജയിക്കണമെന്ന് നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ദക്ഷിണ കേരള മഹായിടവകയിലുള്ള മഹാസഭയുടെ ജനങ്ങൾ. ഈ തലസ്ഥാന ജില്ലയിൽ ആര് ഭരിക്കണം, ഏത് നേതൃത്വം വരണമെന്ന് തീരുമാനിക്കാനുള്ള ശേഷി എന്താണ്? 100%. അത് തീരുമാനിക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും CSI സഭയാണ്. അത് ഈ ഇലക്ഷന് തെളിയിക്കുക തന്നെ ചെയ്യും. ഇന്നൊരു ആത്മീയ നേതൃത്വം, വിശ്വസ്തതയുള്ള ഒരു ആത്മീയ നേതൃത്വമുണ്ട്. ബിഷപ്പ് തിരുമേനിയുടെ തീരുമാനപ്രകാരം എക്സിക്യൂട്ടീവ് കൂടി നമ്മളൊരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും. ആ നിലപാടുകൾ ഈ മാസം തന്നെ 30-ാം തീയതി നമ്മൾ പ്രഖ്യാപിക്കുന്നതുമാണ്. ക്രൈസ്തവ സഭകളുടെ ഒരുപാട് കാലത്തെ ആവശ്യമായിരുന്നു സർക്കാരിനോട് ഈ പറയുന്ന JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച കാര്യങ്ങൾ പുറത്തുവിടുക, നടപ്പിലാക്കുക എന്ന്. CSI സഭയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ CSI സഭയുടെ കാലങ്ങളായിട്ടുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതിനെക്കുറിച്ച് എന്താ പറയുക? മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മീഷൻ റിപ്പോർട്ട് ഒരിക്കൽ കൂടെ വിശദമായിട്ട് പഠിക്കണമെന്നും അത് ദക്ഷിണ കേരള മഹായിടവകയിലെ മുഴുവൻ ജനത്തിനും ഏതുവിധം അത് പ്രയോജനപ്പെടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠനവിധേയമാക്കിയിട്ട് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. ഏതായാലും സഭയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ അടക്കം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല മണ്ഡലങ്ങളിലും ആരൊക്കെ ഭരിക്കണമെന്നവരെ തീരുമാനിക്കാനുള്ള ശേഷി ഈ പറയുന്ന CSI സഭയ്ക്കും ആ സഭാംഗങ്ങൾക്കുമുണ്ട്. ആ നിലപാട് ഉടൻ തന്നെ വ്യക്തമായി സഭ തീരുമാനിച്ച ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് അതിൻ്റെ പുതിയ സഭാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അരുൺ SRനൊപ്പം അജ്മൽ ദറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.